സാറേ, ഉമ്മൻചാണ്ടിക്ക് ശേഷം പുതുപ്പള്ളിയിലെ നായകനായി മാറിയ ഒരു നേതാവാണ് ചാണ്ടി ഉമ്മൻ. ഉമ്മൻചാണ്ടിയുടെ മകനാണ് അദ്ദേഹം. ഇന്ന് ജനകീയനായ ഒരു നേതാവായി കുറഞ്ഞ കാലം കൊണ്ട് തന്നെ മാറാൻ അദ്ദേഹത്തിന് കഴിഞ്ഞിട്ടുണ്ട്. പക്ഷേ ഇപ്പോൾ പാർട്ടിക്കെതിരെ അദ്ദേഹം രംഗത്ത് വരികയാണ്. കഴിഞ്ഞ ഉപതെരഞ്ഞെടുപ്പ് കാലത്ത് അദ്ദേഹത്തിന് ഒരു ചുമതല പോലും നൽകിയില്ലെന്നായിരുന്നു ചാണ്ടി ഉമ്മൻ പറയുന്നത്. അതോടൊപ്പം തന്നെ പല മുൻ മുഖ്യമന്ത്രിമാരുടെ മക്കൾ ഇന്ന് BJP-യിലാണ്. ആ വഴി തിരഞ്ഞെടുക്കുമോ അവസാനം ചാണ്ടി ഉമ്മൻ? ചാണ്ടി ഉമ്മനെ സംബന്ധിച്ചിടത്തോളം അങ്ങനെ ഒരു വഴി തിരഞ്ഞെടുക്കുമോ ഇല്ലെന്ന് ഇപ്പം പറയാൻ പറ്റത്തില്ല. കാരണം രാഷ്ട്രീയത്തിനെ സംബന്ധിച്ചിടത്തോളം വലിയ ചാഞ്ചാട്ടമാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. ചെറിയ കാലയളവ് മാത്രം കോൺഗ്രസിൽ നിന്ന് ഒരു 7-8 വർഷം മാത്രം നിന്ന് ഡോക്ടർ സരിനെ ഇപ്പം കാണാനില്ല, ആ പാർട്ടിയിൽ നിന്ന് പോയി. സന്ദീപ് വാര്യർ സംഘത്തിലൂടെ വന്നു. അദ്ദേഹം ഭയങ്കര ആദർശവും ആശയവും ഹിന്ദുത്വവും ഒക്കെ പറഞ്ഞുകൊണ്ട് നടന്നു. തലേ ദിവസം വരെ മറ്റെല്ലാവരെയും തെറിയ രാഹുൽ ഗാന്ധിയെ പോകുന്നു, അങ്ങനെ ഇങ്ങനെയൊക്കെ പറഞ്ഞ ആൾ പിറ്റേ ദിവസം നോക്കുമ്പോൾ 100% അങ്ങ് സറണ്ടർ ചെയ്യാണ്, സാഷ്ടാംഗ പ്രണാമം നടത്തുകയാണ്. അപ്പോൾ അതുകൊണ്ട് രാഷ്ട്രീയത്തിൽ അങ്ങനെ പ്രവചിക്കാൻ കഴിയും. തിരിച്ച് ഇപ്പൊ അപ്പൂപ്പാന്നൊക്കെ വിളിച്ചു തുടങ്ങി, അല്ലെങ്കിൽ ഫ്രണ്ട്സ് ഒക്കെ അങ്ങനെയൊക്കെ വിളിച്ചു തുടങ്ങി. എന്നിട്ട് ഇപ്പൊ വേറെ എന്തെങ്കിലും പുള്ളി പറയുന്നുണ്ട്, ഗാന്ധിയാണ് വലിയ ആള് അങ്ങനെയൊക്കെ പറഞ്ഞിട്ട്. ഗാന്ധി വെടിവെച്ചത് ചെറിയ വെടിയല്ലേ എന്ന് ചോദിച്ച ആള് ചെറിയ വെടിയല്ലേ വെച്ചത്. പണ്ട് ഞാൻ ഗാന്ധി സ്നേഹിയാണ് പണ്ട് ഞാൻ. അപ്പൊ അതുകൊണ്ടായിരിക്കും ചെറിയ വെടിയെന്ന് വെച്ചു, വലിയ വെടിയെന്ന്. അപ്പൊ രാഷ്ട്രീയത്തിൽ ഇങ്ങനെ ഒരുപാട് കോമാളിത്തരങ്ങൾ നമ്മൾ കാണേണ്ടി വരും. അതുകൊണ്ട് ചാണ്ടി ഉമ്മൻ പോവില്ല എന്നിപ്പോ പറയാൻ സംഭവം. പക്ഷേ പ്രശ്നം അതല്ല. കേരളത്തിൽ ഇന്നിപ്പോൾ നിൽക്കുന്ന AK ആന്റണി വളരെ സീനിയറാണ്. അപ്പോൾ അദ്ദേഹത്തെ ഞാൻ എന്നാലും ചിത്രത്തിൽ നിന്ന് മാറ്റി നിർത്തുന്നു, എന്നാലും പേര് പറഞ്ഞതാണ്. വയലാർ രവി അദ്ദേഹവും വളരെ സീനിയറായ രോഗാതിരതയിലൊക്കെ ഇരിക്കുന്നുണ്ട്. അദ്ദേഹത്തെ എന്നാലും ഞാൻ പേര് കാലഘട്ടം പറയാനാണ് പറഞ്ഞത്. AK ആന്റണി, വയലാർ രവി, PC ചാക്കോ, പിന്നെ ആ ഒരു ഘട്ടമുണ്ടല്ലോ, ഒരു കാലഘട്ടം. അവരെല്ലാം 27 വയസ്സ്, KSU, പിന്നെ MO ഹസൻ, പിന്നെ ബെന്നി ബെഹനാന പിന്നെ വന്നതാണ്. ഇവരെല്ലാം ഒരു കാലഘട്ടത്തിൽ KSUവിലൂടെയും യൂത്ത് കോൺഗ്രസിലൂടെയും വന്നാണ് ഈ രാഷ്ട്രീയം പിടിച്ചത്. ചെറിയ പ്രായത്തിലല്ലേ രമേശ് ചെന്നിത്തല അഖിലേന്ത്യാ പ്രസിഡന്റ് ആവുകയും മന്ത്രിയാവുകയും ചെറിയ പ്രായത്തിലാണ്. അപ്പൊ ഇപ്പൊ പക്ഷെ ചെറുപ്പക്കാർ വരുമ്പോ ഈ മുതിർന്നവർക്ക് എന്താണ്, ഭയങ്കര അസ്വസ്ഥതയാണ്. ആരായാലും അവർക്ക് ഭയങ്കര അസ്വസ്ഥതയാണ്. അവർ മാറിക്കൊടുക്കൂല. ഇവർ മാറിയാലല്ലേ ചെറുപ്പക്കാർക്ക് ഇത് പ്രവർത്തിക്കാൻ കഴിയുള്ളൂ. എന്നാൽ കുറച്ചുപേരെ കേട്ടു, ഷാഫി പറമ്പിൽ, പിന്നെ അതുപോലെ തന്നെ രാഹുൽ മാമത്തിൽ, ഇങ്ങനെ കുറെ പേര് വരുന്നുണ്ട്. പക്ഷെ എന്നാലും ഒരു നല്ലൊരു ഫേസ് ആയിട്ട് ഒരാൾ കയറി വന്നാൽ അദ്ദേഹത്തിന് നമ്മൾ എന്ത് ചെയ്തളയും, വെട്ടിക്കളയും. ഈ കൂമ്പോട്ടു എന്ന് പറയില്ല, അമോണിയ വെച്ച് കെട്ടേണ്ട ഒരു പരിപാടിയുണ്ട്, തട്ടിക്കളയും. അതാ ഈ കോൺഗ്രസ് രാഷ്ട്രീയത്തിൻ്റെ ഒരു വലിയൊരു ശാപമാണ്. ചാണ്ടി ഉമ്മൻ ഒരു കരിസ്മാറ്റിക് ആയിട്ട് ഇങ്ങനെ കയറി വരികയാണ്, ചെറുപ്പക്കാരനാണ്. അദ്ദേഹത്തിനൊരു അച്ഛൻ്റെ ഉമ്മൻചാണ്ടി ആകാനുള്ള ശ്രമം പുള്ളി നടത്തുന്നുണ്ട്. പക്ഷെ അത് പ്രായോഗികമല്ല. ഉമ്മൻചാണ്ടി തന്നെയാണ്, അത് വേറൊരു കരിസ്മാറ്റിക് ലീഡറാണ്, വേറെ ലീഡറാണ്. എങ്കിലും പുള്ളി ഒരുപാട് കാര്യങ്ങളിലൊക്കെ ഉമ്മൻചാണ്ടി മോഡലിലേക്ക് വരാൻ ശ്രമിക്കുന്നുണ്ട്. അപ്പം അതിനെ സപ്പോർട്ട് ചെയ്യല്ലേ വേണ്ടത്, അദ്ദേഹത്തിന് ചാർജ് കൊടുക്കുകയല്ലേ വേണ്ടത്. തീർച്ചയായിട്ടും ആലോചിക്കണ്ടേ, ഇത് നടക്കില്ല. ഇവർ പരസ്പരം വെട്ടി ഇതൊരു അതുകൊണ്ട് എന്ത് സംഭവിക്കുന്നു, ഒരു ഗ്രൂപ്പും ഇല്ലാതെ വിചാരിക്കുന്ന ചാണ്ടി ഉമ്മനും എന്ത് ചെയ്യാൻ തുടങ്ങും. ഇനിയിപ്പോൾ നിലനിൽപ്പിന്റെ രാഷ്ട്രീയമായല്ലോ. എന്റെ സംശയം എന്ന് പറഞ്ഞാൽ ഈ ചാണ്ടി ഉമ്മൻ ഇത് പറഞ്ഞത് അങ്ങേരെ വാക്കുകളാണോ, അതേ ഇനി സീനിയർ ആണെങ്കിലും പറഞ്ഞ് പറയിച്ചാണ്. ഇപ്പം മറ്റേ ഇവരുണ്ടല്ലോ ദീപ, മറ്റേ ഇവിടുത്തെ ACCയുടെ ചുമതലയുള്ള ദീപ, അവർ പറഞ്ഞെന്താണ്, ജയിക്കുമ്പോൾ അടിയുണ്ടാകും, നിങ്ങളത് നിർത്തണം. തോക്കുമ്പോൾ പറയും രാജിവെക്കണമെന്ന്, വേറെ അടിയാണ് അത്, വേറൊരു ടൈപ്പ് അടിക്കും. തോറ്റിരുന്നു ഇപ്പൊ വയനാടും തോറ്റ് പാലക്കാടും തോറ്റിരുന്നെങ്കിൽ വേറൊരു ടൈപ്പ് അടി അടിക്കും. ഇപ്പോൾ KPCC പ്രസിഡന്റ് രാജിവെക്കുക, സുധാകരൻ മറ്റേ പ്രതിപക്ഷ നേതാവ് രാജിവെക്കുന്നത്, വേറൊരു കലഹം ഉണ്ടാക്കും. അവർ ജയിച്ചാലും അടി ഉണ്ടാക്കും. ഈ മദ്യപാനുള്ള കാര്യം പറഞ്ഞാൽ സന്തോഷം വന്നാലും മദ്യം അടിക്കും, ദുഃഖം തീർക്കാനും മദ്യം അടിക്കും. കേട്ടിട്ടില്ലേ? ചിലർ പറഞ്ഞില്ലേ എന്തിനാ വെള്ളം അടിക്കാൻ പോയത്, സന്തോഷം, ആനന്ദം, ഹാപ്പിനെസ്. ചിലർ എന്തിനാ വെള്ളം അടിക്കും, അത് ദുഃഖം വന്നു, ഭയങ്കര എന്ന് പറഞ്ഞാൽ കോൺഗ്രസിന്റെ ഒരു അവസ്ഥ. അവർ സന്തോഷം വന്നാലും തല്ലുണ്ടാക്കും, ദുഃഖം വന്നാലും തല്ലുണ്ടാക്കും. അതിനൊരു ചാൻസ് അവരിടും. ഇപ്രാവശ്യം നിർഭാഗ്യവശാൽ ആരായിപ്പോയി, ചാണ്ടി ഉമ്മനായിപ്പോയി, അല്ലെങ്കിൽ വേറെ ആളായിരുന്നേ, ആരെങ്കിലും 1-2 പേരെ അവർ റെഡിയാക്കും. ഇതൊരു ഒരു കടക്കി പിടിക്കുന്ന ഒരു പരിപാടിയുണ്ട്. അല്ല, അവർക്കിപ്പോൾ ഒരു പുതിയ ഇരയുണ്ടല്ലോ, സന്ദീപ് വാര്യർ എന്ന ഇരയുള്ളതുകൊണ്ട് ആ വഴിക്കാണ് പലരും അദ്ദേഹത്തെ ACCയുടെ KPCCയുടെ ജനറൽ സെക്രട്ടറി ആക്കാമെന്ന ഒരു അതിനെതിരെ ആളുകൾ വന്നു തുടങ്ങി. മാത്രമല്ല KPCC ജനറൽ സെക്രട്ടറി ആയാലും അദ്ദേഹത്തിന് വലിയ ഭാവിയൊന്നുമില്ല. കോൺഗ്രസ് അല്ലേ, കോൺഗ്രസിനകത്ത് ഒരുപാട് സമവാക്യങ്ങൾ, സമവായങ്ങൾ, സാമുദായിക കാര്യങ്ങൾ, ജില്ലയുടെ കാര്യങ്ങൾ, ഒരുപാട് കാര്യങ്ങളുണ്ട് കോൺഗ്രസിനകത്ത്. മനസ്സിലായില്ല? അപ്പോൾ അതുകൊണ്ട് ഈ ഇപ്പുറത്തുള്ള മറ്റ് പാർട്ടികൾ പോലെ അല്ല കോൺഗ്രസ് എന്ന് പറയാം. അപ്പോൾ അതുകൊണ്ട് സന്ദീപ് വാര്യർ ചിലപ്പോൾ KPCC ജനറൽ സെക്രട്ടറി ആവുമായിരിക്കും, ചിലപ്പോൾ മന്ത്രി ആവുമായിരിക്കും, ശരി. പക്ഷെ അതെല്ലാം ഒരു
ഓൺ ടൈം അഫെയർ ആയിട്ട് അങ്ങ് നിൽക്കും. അല്ലാതെ സീരിയസ് ആയിട്ട് അദ്ദേഹത്തിന് വലിയ കോൺട്രിബ്യൂട്ട് ഒന്നും ചെയ്യാനില്ല. ഞാൻ അദ്ദേഹത്തിനെ കുറ്റം പറഞ്ഞതല്ല. അപ്പം ഞാൻ പറഞ്ഞത് ചാണ്ടി ഉമ്മനാണ് നമ്മുടെ വിഷയം. ചാണ്ടി ഉമ്മൻ എന്ന് പറയുന്നത് ഇപ്പം അസ്വസ്ഥനാണ്. ഈ അസ്വസ്ഥത ചിലപ്പോൾ BJP മുതലെടുക്കോ ഇല്ല നമുക്ക് അറിയത്തില്ല. പക്ഷെ ഉമ്മൻചാണ്ടിയുടെ മകനായത് രണ്ട് മുഖ്യമന്ത്രിമാരുടെ മക്കൾ ഇപ്പോൾ നിലവിൽ BJP പാളയത്തിലാണ്. പ്രത്യേകിച്ച് AK ആന്റണിയുടെ മകനൊക്കെ അവിടെ ചെല്ലുന്നുവെന്ന് നമുക്ക് വിശ്വസിക്കാൻ കഴിയില്ലല്ലോ. അപ്പോൾ AK ആന്റണിയുടെ മകനൊക്കെ പോയത് കൊണ്ട്, പ്രത്യേകിച്ച് പത്മജ പോയി, പിന്നെ AK ആന്റണിയുടെ മകൻ പോയി, അതുകൊണ്ട് അങ്ങോട്ടുള്ള റൂട്ട് ക്ലിയർ അല്ല എന്ന് പറയാൻ പറ്റത്തില്ല. മറ്റവരാണെങ്കിൽ ആര് വന്നാലും എടുക്കാനും ഇരിക്കുകയാണല്ലോ. BJP ആര് വന്നാലും ഉൾക്കൊള്ളാനും ഇരിക്കുകയാണ്. അപ്പൊ അതുകൊണ്ട് പറയാൻ കഴിയില്ല ഒരു സ്വന്തമായ പാർട്ടി ഉണ്ടാക്കാനുള്ള ധൈര്യം പുള്ളിക്ക് പോരാ. അതിനുള്ള ധൈര്യം കാണുന്നില്ല. ഞാൻ കോൺഗ്രസിലെ പല നേതാക്കളും അങ്ങനെ ചെയ്യുന്നുണ്ട്. പക്ഷെ കുറച്ചുകൂടി വലിയ ആളായിരുന്നെങ്കിൽ, ഇപ്പൊ മുരളീധരനെ പോലുള്ള ആളുകളെങ്കിൽ, എന്നാലും ഒരു പുതിയ പാർട്ടി ഉണ്ടാക്കിയെടുക്കാൻ ഇനി എളുപ്പമല്ല, അത്ര എളുപ്പമല്ല. മനസ്സിലായില്ല. ഒന്നാമത് പണം, ഒരുപാട് കാര്യങ്ങൾ ആവശ്യം, അല്ലെങ്കിൽ ഒരു ടീം പോകണമെന്ന്. പക്ഷെ അതിനുള്ള ടീമൊന്നും ചാണ്ടി ഉമ്മന്റെ കൂടെ ഇല്ല. ആ ഒരു ടീമൊന്നുമില്ല. അതുകൊണ്ട് പുതിയ പാർട്ടി ഇല്ല. പുള്ളി ഒന്നുകിൽ ഈ ബഹളം ഉണ്ടാക്കി എന്തെങ്കിലും കൂടെ, ബഹളം ഉണ്ടാക്കുമ്പോൾ ഒരു ഗുണം എന്താണ്, നീ ബഹളം ഉണ്ടാക്കണ്ട, കുറച്ചുകൂടി ഒരു സീറ്റ് തരാം, വേറെ എന്തെങ്കിലും ഒരു പദവി തരാമെന്ന് പറഞ്ഞൊരു പദവി ചിലപ്പോൾ കൊടുക്കും. അങ്ങനെ ഉണ്ടല്ലോ. നീ ഒതുക്കപ്പെട്ടെന്ന് തോന്നിയെങ്കിൽ നിനക്കൊരു പദവി ഇരിക്കട്ടെ, KPCC-യിലോ അല്ലെങ്കിൽ യൂത്ത് കോൺഗ്രസിലോ ഒരു പദവി ഇരിക്കട്ടെ എന്ന് പറഞ്ഞാൽ അഡീഷണൽ പദവി കൊടുക്കും. അങ്ങനെ ഒതുക്കല്ല സാറ്റിസ്ഫൈ ചെയ്യും. അല്ലെങ്കിൽ ഇദ്ദേഹത്തിന് തുറന്ന വഴി ചിലപ്പോൾ ഇല്ലയെന്ന് പറയാൻ പറ്റത്തില്ല. ചിലപ്പോൾ BJP പോയാലും അത്ഭുതമില്ല. കാരണം ആർക്കും ഇപ്പം ക്രിസ്ത്യാനികൾ, പ്രത്യേകിച്ച് ക്രിസ്ത്യാനികളുടെ ഒരു മൈൻഡ് സെറ്റ് ഇപ്പോൾ എവിടെ നിൽക്കുകയാണ്, കേരളത്തിൽ മാറി BJP-യോട് പോയാലും തെറ്റില്ല എന്ന് വിചാരിക്കുന്ന, ഇപ്പം മുനമ്പം വിഷയമൊക്കെ വന്നത്, പല പല കാര്യങ്ങളാൽ ക്രിസ്ത്യാനിറ്റിയുടെ ഒരു മൈനോറിറ്റി ചിന്തിക്കുന്നത് BJP നമുക്കൊരു എന്താണ് അസ്പ്രശ്വര അല്ല, അല്ലെങ്കിൽ നമുക്ക് കൂടാത്തൊരു പാർട്ടി അല്ല എന്ന് ചിന്തിക്കുന്നുണ്ട്. ആ ചിന്ത ചിലപ്പോൾ ഇദ്ദേഹത്തെ സ്വാധീനിച്ചാൽ BJP പോകില്ല എന്നൊന്നും പറയാൻ പറ്റത്തില്ല. എന്തായാലും CPM-ലോട്ട് പോകത്തില്ല, ഇടതുപക്ഷത്തിലോട്ട് പോകത്തില്ല. ഒന്നുകിൽ ഇതിനകത്ത് നിന്ന് അസ്വസ്ഥനാവും, അല്ലെങ്കിൽ കൂടുതൽ സ്ഥാനങ്ങൾ കൊടുത്തവർ തൃപ്തിപ്പെടുത്തും. പിന്നെ ഓപ്ഷൻ BJP പോകലല്ലേ ഉള്ളൂ പുള്ളിക്ക്. കേന്ദ്ര നേതൃത്വത്തിന്റെ ഒരു ഇടപെടലുണ്ടാവും. ഹൈക്കമാൻഡ് ഇപ്പൊ അതിനകത്ത് ഇടപെട്ടിട്ടില്ല. ഇതൊരു ചെറിയ വിഷയമായിട്ടാണ് നിർത്തിയിരിക്കുന്നത്. അപ്പൊ അത്ര വലിയ നേതാവായിട്ട് കണ്ടിട്ടുണ്ടോ എന്ന് പറയുമ്പോഴും ഉമ്മൻചാണ്ടിയുടെ മകനാണ്. അതെ, ചെറിയ ആളല്ല. പക്ഷെ ആ പുള്ളിക്കാരൻ പോവുകയാണെങ്കിൽ, പുള്ളിക്ക് എന്തെങ്കിലുമൊക്കെ സ്റ്റാൻഡ് ഉണ്ടാണെങ്കിൽ, പുള്ളിക്ക് പിന്നെ വേറെ പ്രശ്നം പറ്റിയിരിക്കുന്നത്, പുള്ളി ഒരു MLA എന്നുള്ള നിലയിൽ ഒരു ചാൻസ് നിന്ന് കേരളമാകെ നിറഞ്ഞു നിൽക്കാനൊരു അവസരം പുള്ളിക്ക് വന്നില്ലല്ലോ. ഇപ്പൊ ജസ്റ്റ് ആയിട്ടല്ലേ ഉള്ളൂ. അച്ഛൻ ഒരു സീസൺ ഒന്ന് കഴിഞ്ഞെങ്കിൽ കുറച്ചുകൂടി ഒരു കേരള രാഷ്ട്രീയത്തിൽ കുറച്ചുകൂടി വരുമായിരുന്നു. അപ്പോൾ അത് പുള്ളി ആളൊരു ശുദ്ധനാണ് കേട്ടോ. ആൾ വളരെ മാന്യനും ശുദ്ധനുമായിട്ടാണ് തോന്നിയിട്ടുള്ളത്. പക്ഷെ അപ്പോൾ അതുകൊണ്ട് പുള്ളിയെ തീർച്ചയായിട്ടും കോൺഗ്രസ് ഉപയോഗിക്കുകയാണ് ചെയ്യേണ്ടത്. അങ്ങനെയുള്ള ആളുകളെ പ്രയോജനപ്പെടുത്തുകയാണ് ചെയ്യേണ്ടത്. പ്രത്യേകിച്ച് ഉമ്മൻചാണ്ടിയുടെ ഒരു പേര് കിടപ്പുണ്ട്, അത് പ്രയോജനപ്പെടുത്തണം. പക്ഷെ അത് ഈ പറഞ്ഞതുപോലെ ഈ കട്ട് ചെയ്യുന്ന പരിപാടി ഉണ്ടല്ലോ, മണ്ടയ്ക്ക് അടിക്കുന്ന പരിപാടി ഉണ്ടല്ലോ, അതാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. അപ്പം ഇയാളെ കൂടെ വച്ചത് കൊണ്ട് കുഴപ്പമൊന്നുമില്ലല്ലോ, ചുമതല കൊടുത്തതുകൊണ്ട് കുഴപ്പമൊന്നുമില്ലല്ലോ. അപ്പോൾ അതൊക്കെ ഇവരുടെ ഈഗോയും കോംപ്ലക്സും. പുതിയ നേതാവ് വളർന്നു വരുന്ന മന്ത്രി ആര്, ചാണ്ടി ഉമ്മനെ അങ്ങനെ വളർത്തിയാൽ അടുത്ത മന്ത്രി യൂത്ത് കോൺഗ്രസിന് കൊടുക്കുന്ന, അല്ലെങ്കിൽ യുവാക്കൾക്ക് മന്ത്രി സ്ഥാനം കൊടുക്കുമ്പോൾ ആർക്ക് കൊടുക്കണം എന്നുള്ള ചോദ്യം ഉണ്ടല്ലോ. അപ്പോൾ സ്വാഭാവികമായിട്ട് അങ്ങനെ ഒരു പ്രശ്നം ഇതിനകത്ത് കിടപ്പുണ്ട് കോൺഗ്രസിനകത്ത്. അപ്പോൾ അതുകൊണ്ട് എന്നും അധികാര രാഷ്ട്രീയത്തോടും സ്ഥാനമാനങ്ങളോട് കലഹിച്ചും വഴക്കുണ്ടാക്കിയും പോകുന്ന ഒരു പാർട്ടിയാണിത് എല്ലാ കാലവും. കോൺഗ്രസിൽ പല നേതാക്കൾ അസ്വസ്ഥരാണ്, ഒരുപാട് പേര് അസ്വസ്ഥരാണ്. കാരണം എന്ന് പറഞ്ഞാൽ കുറച്ച് സ്ഥാനമേ ഉള്ളൂ. ഒന്ന് ഭരണമില്ലെങ്കിൽ അസ്വസ്ഥത കുറച്ച് മാറും. ആ ബോർഡ് കോർപ്പറേഷൻ ചെയർമാനെ കുറച്ച് കൊടുക്കാൻ പറ്റും. ഭരണമില്ല ഇപ്പോൾ, അപ്പോൾ പിന്നെ കേന്ദ്രത്തിലും ഇല്ല. കേന്ദ്രത്തിലും കേരളത്തിൽ ഭരണമില്ല. അപ്പോൾ പിന്നെ എന്താ കൊടുക്കാൻ പറ്റുക? KPCC ഭാരവാഹിത്വമാണ് കൊടുക്കാൻ പറ്റുന്നത്. എത്ര പേർക്കാണ് കൊടുക്കാൻ പറ്റുക? അതിനവർക്കല്ല. ജംബോ ഭാരവാഹിത്വമാണ്. ജംബോ സർക്കസിന്റെ അത്രയും. അതോടൊപ്പം തന്നെ സന്ദീപ് വാര്യറിനെ പോലെ അപ്പുറത്ത് നിന്ന് വന്നവരുണ്ട്, പിന്നെ നിൽക്കുന്നവരുണ്ട്. ഞാൻ പറഞ്ഞില്ല, ഒരു വലിയ പഴയ നമ്മൾ ജംബോ വാഹനം എന്ന് പറയില്ല, ജംബോ സർക്കസിന്റെ വാഹനം എന്ന് പറയില്ല, 100,000 ആളുകളെ കയറ്റിയൊക്കെ പോകണം, ഒരുപാട് പേരെ കയറ്റി പോകുന്ന വാഹനം, അതിനാണ് കളിയാക്കി പറയുന്നത്. അതുപോലെ ഒരുപാട് ജനറൽ സെക്രട്ടറിമാര്, ഒരുപാട് വൈസ് പ്രസിഡന്റുമാര്, എല്ലാവരും നേതാക്കളാണ്. 4 ദിവസം കഴിയുമ്പോൾ ഇപ്പൊ ചാനലിൽ കുറച്ച് ദിവസം പോയാൽ നേതാവാം. കുറേ ദിവസം ചാനലിൽ ഇരുന്ന് കഴിഞ്ഞാൽ 10 വർഷം നിങ്ങൾ ഫീൽഡിൽ വർക്ക് ചെയ്യുന്നതിനേക്കാളും 4 വർഷം ചാനലിൽ പോയാൽ നേതാവാകും. പലരെയും നമ്മൾ കാണുന്നില്ലേ? അപ്പം അതാണ് പുതിയ കാലഘട്ടം. അപ്പം അതുകൊണ്ട് തീർച്ചയായിട്ടും ചാണ്ടി ഉമ്മൻ്റെ ഭാവി ചാണ്ടി ഉമ്മൻ തന്നെ തീരുമാനിക്കണം. ചിലപ്പോൾ ചാടിയാലും അത്ഭുതമൊന്നുമില്ല. ഇപ്പം ഉടനെ BJP പോയില്ലെങ്കിലും അതാണ് ഇപ്പോഴത്തെ രാഷ്ട്രീയം. ഇപ്പം എവിടെ അങ്ങോട്ടും ഇങ്ങോട്ടും മാറുന്നതൊന്നും തെറ്റല്ല എന്ന് വിചാരിക്കുകയും എപ്പോഴോ മാറാനെല്ലാവരും തയ്യാറാണ്, കൊണ്ടുപോകാനും തയ്യാറാണ്. പഴയ രാഷ്ട്രീയമല്ലല്ലോ. ഇപ്പോൾ CPM-കാർ തന്നെ BJP പോകുന്നു. ഇവിടെ ജില്ലാ ഏരിയ സെക്രട്ടറിയും ഒരു സംഘവും പോയിട്ടുണ്ട്. അവർ കുറേ ആൾ ഇന്ന് പോകുമെന്ന് പറയുന്നു. പിന്നെ നമ്മുടെ കായംകുളത്ത് കുറേ അധികം പേര്
കോൺഗ്രസ് അല്ല BJP ചേർന്നപ്പോൾ CPM BJP ചേരുന്നുണ്ട്, CPI ചേരുന്നുണ്ട്, എല്ലാ പാർട്ടിക്കാരും അങ്ങോട്ടും ഇങ്ങോട്ടും ചേരുന്നുണ്ട്. അപ്പോൾ ഇപ്പോൾ അതുകൊണ്ട് രാഷ്ട്രീയത്തിൽ ആരും ഒരു അയിത്തമൊന്നുമില്ല. പണ്ടായിരുന്നു ഈ ഒരു പാർട്ടി അങ്ങോട്ട് പോകാം. അപ്പോൾ അയിത്തം ഇല്ലാത്ത കാലമായതുകൊണ്ട് ചാണ്ടി ഉമ്മന് ഏറ്റവും ഫ്യൂച്ചർ ഉള്ളത് എവിടെയാണെന്ന് വെച്ചാൽ കരിയർ നോക്കട്ടെ, എവിടെയാന്ന് വെച്ചാൽ പുള്ളി പോട്ടെ. അപ്പുറത്ത് ചെന്നാൽ ഈ പറഞ്ഞൊക്കെ ഒരു അനിൽ ആന്റണിയൊക്കെ ഒപ്പിച്ച് നടക്കുക, നല്ല സീറ്റൊക്കെ ഒപ്പിച്ചോണം. കാരണം ഈ അവിടെ ചെന്നിട്ടും ഇത് വന്നു പോകരുത്. അനിൽ ആന്റണിയെ നേരിട്ട് ചർച്ച നടത്തുമോ എന്തോ അറിയില്ല, അത് ചിലപ്പോൾ സംഭവിക്കാം. അനിൽ ആന്റണി ഉണ്ട്, മറ്റേ ഇയാളുണ്ടല്ലോ ടോം വടക്കനുണ്ട്, അൽഫോൺസ് കണ്ണന്താനമുണ്ട്, അവിടെയും കുറച്ച് ക്രിസ്ത്യാനികളുണ്ട്. ജോർജ് മന്ത്രി തന്നെ ഇരിക്കുകയല്ലേ, ജോർജ് കുര്യനുണ്ട്, കോട്ടയത്ത് നിന്ന് തന്നെ ജോർജ് കുര്യനുണ്ട്, PC ജോർജ്, ഷോൺ ജോർജ്, ഒരു ടീമുണ്ട്. അതാ ഞാൻ പറയാം, ക്രിസ്ത്യാനികളുടെ ഒരു നല്ല ടീം ഇതിനകത്തുണ്ട്. ചർച്ചകൾ ചിലപ്പോൾ നടന്നുകൂടാന്നൊന്നുമില്ല, അങ്ങനെ പോയിക്കൂടാന്നുമില്ല, സംഭവിക്കാം, എന്ത് സംഭവിക്കാം. കാരണം രാഷ്ട്രീയമല്ലേ, പ്രവചനാതീതമാണ്. പണ്ട് പ്രവചിക്കാൻ പറ്റുമായിരുന്നു ഈ കാലാവസ്ഥ പോലെ. അത് നമ്മൾ തമാശയ്ക്കൊന്ന് കൂട്ടി യോജിപ്പിച്ചുകൊണ്ട് അവസാനിപ്പിക്കാം. കാലാവസ്ഥ ഇപ്പം ഇങ്ങനെ ആയില്ലേ, മഴയും ഇപ്പം ഇങ്ങനെ ആയില്ലേ, പ്രവചനാതീതമായില്ലേ. അതുപോലെ രാഷ്ട്രീയവും പ്രവചനാതീതമായിട്ടാണ് പോകുന്നത്. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽബട്ടനും അമർത്തുക.